അച്ചു ഞാനിപ്പോ പറഞ്ഞോളൂടി, നിന്നെ മുറിയിൽ വെക്കുമ്പോ കണ്ടില്ല, അപ്പൊ ഇവിടെ ഇരിക്കുവായിരുന്നു. റെഡിയാവാ, കോളേജിൽ പോകാൻ ടൈമായി. എന്താ വിളിച്ചു പറഞ്ഞിട്ടൊക്കെ വരണ്ടേ? നേരത്തെ പറയാതെ ഞാൻ ലീവ് എടുക്കൂലായിരുന്നു. വിളിച്ചിട്ട് വന്ന എന്ത് സർപ്രൈസ്! മതി മതി, ഞാൻ പോയി ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേ, അതുവരെ നീ വിളിക്കട്ടാ, പോരാ. ഞാനിരിക്കുന്നില്ല, നിങ്ങൾ രണ്ടും പോയാ വീട്ടിൽ ആരാ ഉള്ളേ? ചൈത്ര എവിടെ ഉണ്ട്? ഞങ്ങളിവിടെ സംസാരിച്ചിരിക്കുക. കുറച്ചു കഴിയുമ്പോ വിഹാനും അതെ വരുന്നു. നീ വിളിക്കണ്ടേ, നീ ചെല്ല്, പോയി റെഡിയാവാ. ആടാ. എന്താ ചേച്ചി? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം ജോ. ഐ ലവ് യു. വിയേട്ടാ, അത് എനിക്കറിയാം. അന്ന് നീ ചേച്ചി എന്നോട് ബീച്ചിൽ വെച്ച് പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു. നീ എന്നോട് എന്തെങ്കിലും ഒരു ദിവസം പറയുന്നു കരുതി വെയിറ്റിംഗ് ആയിരുന്നു. വിയേട്ടാ, അത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാനും ചേച്ചിയും തമ്മിൽ റിലേഷനിലായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിക്കാൻ ഒരുപാട് ആഗ്രഹം. ഏട്ടനും ചേച്ചിയും കല്യാണം കഴിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. താങ്ക്സ് ജോ, എല്ലാം പറഞ്ഞതിന്. താൻ പോയി പ്രശ്നം, ഞാൻ എപ്പോഴും റൂമിലുണ്ടാവും. പിന്നെ ജോ, ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ് ജോ. എനിക്ക് നിന്നെ ഇഷ്ടം. ദാറ്റ്സ് ദ ട്രൂത്ത്. വിയേട്ടാ, ജോ, നീ എന്താ ഇങ്ങനെ? വിയേട്ടന് നീ ഒട്ടും ഡിസേർവ് ചെയ്യുന്നില്ല. വിയേട്ടൻ ഡിസേർവ് ബെറ്റർ. ജോ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, വാ കഴിക്കാം. ആഹാ, ഞാൻ പോയില്ലായിരുന്നോ? ഇല്ല, എന്തേ? ഞാൻ പോയെന്ന് കരുതിയോ? എന്തായാലും ഏട്ടത്തിയും ഏട്ടനും ഇപ്പൊ കോളേജിൽ പോവും. വിയേട്ടനും ജയേട്ടത്തിയും ഇപ്പൊ തന്നെ വരാനുള്ള ഒരു ലക്ഷണം കാണുന്നില്ല. സോ ഞാനിപ്പോ എങ്ങും പോകണ്ട, ഇവിടെ ഇരിക്കും, എന്റെ ഒരു കമ്പനിക്ക്. ആയിക്കോട്ടെ. അല്ല, തനിക്ക് കോളേജിലൊന്നും പോകണ്ടേ? ഞാൻ ഗ്രാജുവേറ്റഡ് ആണ് മിസ്റ്റർ. ഐ എം എ ഫാഷൻ ഡിസൈനർ. ഓഹോ. ആഹാ, ജേട്ടൻ പോവാണോ? ഏട്ടത്തിയുണ്ടേ? റൂമിലുണ്ട്. താഴോട്ട് ഇറങ്ങി പറഞ്ഞുതരും, ഞാൻ പുറത്ത് നിൽക്കുന്നുണ്ടെന്ന്. ആ ഏട്ടാ. ഞാൻ വിളിച്ചങ്ങനെ ഇങ്ങോട്ട് വന്നാൽ എന്താ പ്രശ്നം? അല്ലെങ്കിൽ അവനെ കിട്ടുമ്പോ ആരെയും വേണ്ടല്ലോ. എന്റെ പ്രശ്നം എന്താണെന്നോ? എന്റെ പ്രശ്നം അറിഞ്ഞാൽ നീ മാറ്റിത്തരും. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാലല്ലേ ഞാൻ അറിയുള്ളൂ. വായിന്ന് ഗണിച്ചെടുക്കാനൊന്നും എനിക്കറിയില്ല. വാതൊന്ന് പറ, എന്താ പ്രശ്നം? എന്റെ പ്രശ്നം അവനാ, അവനുമായിട്ട് നീ മിണ്ടുന്നതോ സംസാരിക്കുന്നതോ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ പിടിക്കുന്നതോ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. നീ അവനായിട്ട് അടുക്കുന്നതോ എനിക്ക് ഇഷ്ടമല്ല. അതാണ് എന്റെ പ്രശ്നം. ചേച്ചി അവന്റെ കസിനാണ്. നിന്നെ അറിയുന്നേക്കാളും മുമ്പ് എനിക്ക് അവനെ അറിയാം. അവനും ഞാൻ ചെറുപ്പത്തൊട്ട് ഭയങ്കര തിക് ഫ്രണ്ട്സ്. ഞങ്ങൾ കസിൻസിനേക്കാൾ ഇവര് ഞങ്ങൾ തിക് ഫ്രണ്ട്സ് ആയിരുന്നു. എനിക്ക് ഒന്നും അറിയണ്ട. എനിക്ക് നീ
എനിക്ക് നീ അവനോട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് സംസാരിക്കുകയും ചെയ്യരുത്. എന്താണ് ചേട്ടാ ഇത്? നീ ഇങ്ങനെ ഇമ്മച്ചുവറായിട്ട് പെരുമാറില്ലേ? കുറച്ചുകൂടി മെച്ചൂർഡ് ആവുക. ഒന്നുകിൽ നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ ഇടയ്ക്ക് ആ ഒരു സ്വഭാവം ഇങ്ങനെ കാണിക്കും. അത് ചെയ്ത് ഇത് ചെയ്ത് എന്താ ഇത്? പോയി റെഡി ആയിട്ട് വാ, ഞാൻ പുറത്തുണ്ടാവും. ആരുടെ ചൈത്രേ? ഞാൻ കോളേജിൽ പോട്ടെ, ഈവനിങ് വരുമ്പോ കാണാം. ഓക്കെ ഏട്ടത്തി. ജയിക്കെ, നിനക്ക് എന്നെ സംഭവിക്കുന്നേ? അവൾ ആരുമായിട്ട് വേണ്ടിയാലും നിനക്കെന്താ? നീ ഇങ്ങനെ അവളെ ഇത്ര കെയർ ചെയ്യുന്നേ? അവളിന്റെ ആരുമില്ല. ജയിക്കെ പോയാലോ? ആ വാ കയറ്. ജോ, എന്നാ നമുക്ക് പോയാലോ? വാ, വീട്ടിലേക്ക് പോവാം. ആ ഏട്ടാ. ഞാൻ ജോയി മുറിക്ക് എടുത്തിട്ട് വരാം. ഓക്കെ. ഇയാൾക്ക് ജോയേട്ടത്തെ ഇഷ്ടായിരുന്നു അല്ലേ? ഇല്ല. കള്ളം പറയണ്ട, എനിക്കറിയാം. പോട്ടെ, നമുക്കൊരു കോഫി കുടിക്കാൻ പോയാലോ? Why not? പോലെ പ്ലീസ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. താൻ കിടന്നോ? എടാ അടിയ, എന്നുണ്ടല്ലോ ഈ ഷാനൂസിന്റെ മിസ്സിന്റെ ഹസ്ബൻഡാണ് ഇവിടെ കൊണ്ടുവിട്ടത്. അതിന് നിനക്കെന്താടാ? മിസ്സിന്റെ കെട്ടുവാനല്ലേ മിസ്സിനെ കൊണ്ടുപോയിട്ടേ? അതിന് നിനക്കെന്താ? അത് ശരിയാ, പക്ഷേ നിനക്കെന്താ? നിനക്ക് എന്നാ പറ്റി? നിനക്ക് വയ്യേ? അങ്ങോട്ട് നോക്കണം ഈ ഷാനൂസ്. മഹി, ഞാനിപ്പോ വരാം. നീ എന്ത് പോണു? അവിടെ ജിത്തിനെ ജിത്തു നിക്കടാ. എടാ ചേക്കി കളിക്കാതെ, ഞാൻ ചുമ്മാ കേട്ടോ. ജിത്തു പ്ലീസ്. ഇഷാനി, ഇഷാനി വാ പോവാം. നീ എന്താ കാണിക്കുന്ന ജിതി? ഇഷാ ന്യൂസിന്റെ കയ്യിൽ വീണ് പിന്നെ മിസ്സിനെ പേരാ വിളിക്കുന്നത്. പ്രൊഫസർ ഇതിൽ ഇടപെടണ്ട. ഇഷാനി വാ.
ചേച്ചി എടാ ചിത്തു നീ എന്നെ കാണിക്കണേ, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. ഇഷാനി മിസ്സിന്റെ കയ്യിനോട് വിയേട്ടാ എന്താ ജോ? എന്നെ വീട്ടിൽ കൊണ്ടാക്കാവോ? എനിക്ക് കുറച്ച് അമ്മയുടെ അച്ഛൻ്റെ കൂടെ നിൽക്കണം. അതിലെന്താ, ഞാൻ കൊണ്ടേയാകാം. താൻ എന്നാന്ന് പറഞ്ഞാൽ മതി. എന്താ ജോ നീ ഇങ്ങനെ? നമ്മുടെ ഇടയിൽ അത്രയും കാര്യങ്ങൾ നടന്നിട്ട് നിനക്ക് എന്താ? എനിക്ക് ഈ റിലേഷൻ വർക്കാക്കാൻ നോക്കിയ എന്താ ജോ? I don't get it. NCS Tamil BGM. ഇത് തന്നെ പോണു ജോ? അത് വിയേട്ടാ. ഞാൻ ചുമ്മാ ചോദിച്ചതാ. ഇശനി വന്നിട്ട് പോയി പോരെ? ആ ചേച്ചി വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. എന്നാ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. എന്താ ജോ നീ എന്നെ മനസ്സിലാക്കാത്തെ? എനിക്ക് നിന്റെ സന്തോഷം വലുത്. അതുകൊണ്ട് ഞാനൊന്നിനും തടസ്സമില്ല. NCS Tamil BGM. ജെക്ക് കൈ വിടുന്നത് കോളേജാ. I don't care. നിനക്കിതെന്താ ജെക്കെ? രാവിലെ മുതൽ തുടങ്ങിയതാണ്. എനിക്ക് നീ മറ്റൊരാളായിട്ട് അടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. ഇതിന് എന്ത് പറ്റി? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി എങ്ങനെ വെറുതെ ചിന്തിച്ച് ഹോപ്പ് കൂട്ടണ്ടായി. എടാ നീ എന്നാ പരിപാടി കാണിച്ചാ മിസ്സിന്റെ കയ്യെ കയറി പിടിച്ചോ? മഹി, എനിക്കിപ്പോ സംസാരിക്കാനുള്ള ഒരു മൂഡിലല്ല. ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം. പറയണം, പറഞ്ഞേ പറ്റൂ. ഞാനിവിടെ ഉണ്ട് വെച്ച്. അരുണെന്തേ പോയോ? അതിനകത്ത് വന്നായിരുന്നോ? ഞാൻ കണ്ടില്ല. ഞങ്ങൾ വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ ചൈത്രയുടെ കൂടെ പുറത്തേക്ക് പോയി. നീ ഉറങ്ങുന്നു ജോ നേരം? ഓ അല്ല ജോ, നീ ഇപ്പൊ എങ്ങോട്ട് വന്നു? അത് അമ്മ അച്ഛനൊക്കെ ഒന്ന് മിസ് ചെയ്യണം, അപ്പൊ അവിടെ പോയി നിൽക്കാന്ന് വെച്ചാ. ഓഹോ, എന്നാ ഞാനും വരാം, നമുക്കിന്ന് അവിടെ സ്റ്റേ ചെയ്യാം. അയ്യോ, ചേച്ചിയും കൂടെ വന്നു കഴിഞ്ഞാ ഞാൻ കുക്കൊന്നും ചെയ്തിട്ടില്ല, അപ്പൊ ഇവർക്കുള്ള ഫുഡ്. അത് കുഴപ്പമില്ല, ഞങ്ങള് പുറത്തുനിന്ന് ഓർഡർ ചെയ്തോളാം. അത് വേണ്ട, ഇന്ന് എല്ലാവർക്കും നമുക്ക് അവിടെ നിൽക്കാം. അപ്പൊ ചൈത്ര, ഞാൻ അരുണ് മെസ്സേജ് ഇടാം, അവളെയും കൂട്ടി വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. എന്നാ നിങ്ങൾ രണ്ടും പോയി ചേഞ്ച് ചെയ്യ.